ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പോകുന്നത് മദീന ഹൈപ്പർ മാർക്കറ്റിലേക്കാണ്. വളരെ തിരക്കുള്ളൊരു ദിവസമായിരുന്നു. അങ്ങനെ ജോലി കഴിഞ്ഞ് എന്നിട്ട് ചെറിയൊരു പർച്ചേസിങ്ങിനായിട്ട് മദീന ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങളുടെ ഇവിടെ അടുത്തുള്ളതിൽ വെച്ച് എനിക്ക് കുറച്ച് ഓഫറുകൾ ഉള്ളത് മദീനയിലായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഗ്രോസറി ഐറ്റംസിനൊക്കെ അത്യാവശ്യം ഓഫറുകളുണ്ട്. വലിയ തിരക്കുള്ള ഒരു ദിവസമായിരുന്നില്ല. റോഡിലും മദീന ഹൈപ്പർ മാർക്കറ്റിലെ പാർക്കിങ്ങിൽ പോലും വലിയൊരു തിരക്ക് അനുഭവപ്പെട്ടില്ല. അതിനാൽ തന്നെ പാർക്കിംഗ് ഒക്കെ സുഗമമായി തന്നെ ലഭിച്ചു. അതുപോലെ തന്നെ ഇവിടെ കയറുമ്പോൾ തന്നെ നല്ലൊരു ബ്രോസ്റ്റഡ് ഷോപ്പുണ്ട്. അതുപോലെ തന്നെ നാടൻ ഫുഡ് കിട്ടുന്ന ഷോപ്പ്. വളരെ നല്ല ഫുഡാണ് അവിടെ കിട്ടാറുള്ളത്. എസ്പെഷ്യലി കപ്പയുടെ വെറൈറ്റികളൊക്കെ കിട്ടാറുണ്ട്. അങ്ങനെ ഞങ്ങൾ പതുക്കെ നടന്ന് അകത്തോട്ട് വന്നപ്പോൾ തന്നെ മിഠായിയുടെ ഒരു വെൻഡിങ് മെഷീൻ കണ്ടു. കോയിൻ ഇട്ടാൽ തിരിച്ചു കൊടുത്താൽ മിഠായി വരും. മോനത് ഭയങ്കര ഇഷ്ടമാണ്. മോനങ്ങനെ അതിനകത്ത് എപ്പോഴും അത് കാണുമ്പോൾ കോയിനിട്ട് മിഠായി എടുക്കാറുണ്ട്. അങ്ങനെ കുട്ടികൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവർ അറേഞ്ച് ചെയ്ത് വെച്ചിരിപ്പുണ്ട്. അതുപോലെ തന്നെ നല്ല മൊബൈൽ ഷോപ്പുകളും പെർഫ്യൂം ഷോപ്പുകളും എല്ലാം ആ മാളിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. വളരെ നല്ല രീതിയിലാണ് ഇവർ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതുമെല്ലാം. അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റിലോട്ട് കയറുമ്പോൾ നമ്മുടെ നാട്ടിലെ സൂപ്പർ മാർക്കറ്റിലെ പോലെ അതിനേക്കാൾ ഭംഗിയുണ്ട്. എന്നാൽ പോലും ഇപ്പം നമ്മുടെ നാടും ഇത്രയൊക്കെ ഹൈടെക്കായിട്ട് മാറിക്കഴിഞ്ഞു. പണ്ടത്തെ പോലെ അല്ലല്ലോ. ഗൾഫിലെ എല്ലാ സാധനങ്ങളും നാട്ടിലും കിട്ടുന്നു, നാട്ടിലെ എല്ലാ സാധനങ്ങളും ഗൾഫിലും കിട്ടും. ഗൾഫിൽ നിന്നല്ല, ഏത് രാജ്യത്തും. പ്രത്യേകിച്ച് ഇതൊരു കേരളക്കാരൻ്റെ ഹൈപ്പർ മാർട്ടായതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിൻ്റെ ഫുഡുകളെല്ലാം ഇവിടെ ലഭ്യമാണ്. കപ്പയായാലും ചക്കയായാലും എല്ലാം കിട്ടും. പിന്നെ ഞങ്ങൾ അവിടുത്തെ വെജിറ്റബിൾ സെക്ഷനിലോട്ടും ഫിഷിൻ്റെ സെക്ഷനിലോട്ടൊക്കെയാണ് പോകാൻ ഉദ്ദേശിച്ചത്. പിന്നെ പോകുന്ന വഴിക്ക് ഇങ്ങനെ എല്ലാം നോക്കിയും കണ്ടുമൊക്കെ പോയി. വളരെ നല്ല ഓഫറുകളൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് സ്വീറ്റ്സിനും ഡേറ്റ്സിനൊക്കെ നല്ല ഓഫറുണ്ട്. അങ്ങനെ ഫ്രൂട്ട്സിനും ഓഫറുകളുണ്ട്. കുഴപ്പമില്ല, നല്ല വിലക്കുറവായിട്ടാണ് ഇന്ന് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ മദീന കാർഡ് എടുക്കുന്നവർക്ക് അതിൻ്റേതായ ഓഫറുകളും ലഭ്യമാണ്. അങ്ങനെ ഞങ്ങൾ പതുക്കെ എല്ലാ സെക്ഷനും നോക്കി ഇങ്ങനെ വന്നു. പിന്നെ സവാളയുടെ വില ഇപ്പോൾ ഇച്ചിരി കുറവുണ്ട്. ഇടയ്ക്ക് വെച്ച് നല്ല കൂടുതലായിരുന്നു. അത് യമനിൽ നിന്നുള്ള സവാളയുടെ ഇറക്കുമതി കുറഞ്ഞപ്പോഴാണ് ഇവിടെ സവാളയ്ക്ക് വില കൂടിയെന്നാണ് അറിയാൻ സാധിച്ചത്. ആ സവാള പൂഴ്ത്തി വെച്ചിരുന്നു എന്നൊക്കെ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. അങ്ങനെ അവർ അറസ്റ്റ് ചെയ്തു. ഇപ്പോൾ അതിനാൽ തന്നെ സവാളയുടെ വില പഴയ ഗതിയിലേക്ക് കുറഞ്ഞു വരുന്നുണ്ട്. എന്നാലും അത്ര കുറഞ്ഞിട്ടില്ല. താരതമ്യേന സൗദിയിൽ ഇപ്പോൾ എല്ലാത്തിനും വില കൂടുതലാണ്. എക്സ്പെൻസീവ് തന്നെയാണ് പർച്ചേസൊക്കെ. പണ്ടത്തെ സൗദി അറേബ്യ പോലെയല്ല. ഈ വാറ്റൊക്കെ വന്നതിനാൽ അത്രയും ശതമാനം തന്നെ നമ്മൾ ഫുഡിനും വാറ്റ് കൊടുക്കേണ്ടി വരുമല്ലോ. അങ്ങനെ എക്സ്പെൻസീവായിട്ടുള്ളൊരു ടൈമാണിപ്പോൾ. പിന്നെ കപ്പ, നാടൻ ഇഞ്ചി എല്ലാം കാണാൻ സാധിച്ചു. നമ്മുടെ നാട്ടിലെ എല്ലാ വെജിറ്റബിൾസും ഇവിടെ നമുക്ക് കാണാൻ സാധിച്ചു. അതുപോലെ തന്നെ വാഴപ്പിണ്ടി, വാഴയുടെ എല്ലാ കാര്യങ്ങളും നാട്ടിലെ ഒരു കടയിൽ കയറുന്ന അതേ ഫീൽ നമ്മൾക്ക് കിട്ടുന്നുണ്ട് ഇവിടെ കയറുമ്പോൾ. അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ നോക്കി. പിന്നെ ഫിഷിൻ്റെ സെക്ഷനാണ് മെയിനായിട്ട് നോക്കുന്നത്. പിന്നെ മിഠായിക്കൊക്കെ നല്ല ഓഫർ ഇട്ടേക്കുന്നു. അങ്ങോട്ട് തിരിഞ്ഞപ്പോൾ തന്നെ നല്ലൊരു ഓഫർ ഉണ്ടായിരുന്നു. നാട്ടിലൊക്കെ പോകുന്നവർക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റിയ സമയമാണ്. ഫിഷിൻ്റെ സെക്ഷനിലേക്ക് വന്നു. അവിടെ നല്ല ഫിഷുണ്ട്. അതുപോലെ തന്നെ മോശം ഫിഷുകൾ അതിൻ്റെ ഇടയിലുണ്ട്. എല്ലാം നല്ലതെന്ന് നമുക്ക് പൂർണ്ണമായിട്ടും പറയാൻ സാധിക്കില്ല. ഞങ്ങളൊരു ടൂണ ഫിഷ് എടുക്കാനാണ് വിചാരിച്ചത്. അത്യാവശ്യം ടൂണയ്ക്ക് എന്നത്തേലും വിലക്കുറവുണ്ട്. കുഴപ്പമില്ല, അത്ര പച്ചയുമല്ല, എന്നാൽ കുഴപ്പമില്ല, വലിയ വിഷയമില്ല. പക്ഷെ മറ്റ് ഫിഷുകളിലേക്ക് വളരെ പോയ ഫിഷുകളുമുണ്ട്. അതിനാൽ തന്നെ ഫിഷ് വാങ്ങുമ്പോൾ വളരെ സൂക്ഷിച്ച് വാങ്ങണം. നല്ല ഫ്രഷൊക്കെ കിട്ടാൻ പാടാണ് ഇവിടെ. അതുപോലെ തന്നെ സാനിറ്ററി ഐറ്റത്തിനൊക്കെ എനിക്ക് തോന്നുന്നു എന്നത്തേലും ഓഫർ ഇന്നുണ്ട്. അതുപോലെ തന്നെ അവർ അറേഞ്ച് ചെയ്തിരിക്കുന്ന മദീനയിലെ ഓരോ സെറ്റപ്പും നല്ല അടിപൊളിയായിട്ട് തന്നെയാണ്. പിന്നെ ഞങ്ങൾ വിചാരിച്ചു
അതിൻ്റെ ടോപ്പിലെ ഫ്ലോറിലേക്ക് പോകാമെന്ന്. അവിടെ ആണെങ്കിൽ കുട്ടികളായിട്ട് വളരെ സൂക്ഷിച്ചേ പോകാൻ പറ്റൂ. കളിപ്പാട്ടത്തിൻ്റെ ഒരു ഏരിയ തന്നെയുണ്ട് അവിടെ. അതുപോലെ തന്നെ വസ്ത്രങ്ങളും നല്ല അടിപൊളി വസ്ത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഏകദേശം ഇന്ത്യയിലെ വിലയൊക്കെ വരുന്നുള്ള ഓരോ ഡ്രസ്സുകൾക്കും നല്ല ഡ്രസ്സുകളാണ്, മോഡേൺ ഡ്രസ്സുകൾ. ഇന്ത്യൻ മെയ്ഡ് ഡ്രസ്സുകളാണ് കൂടുതലും ഇവിടെ എനിക്ക് കാണാൻ സാധിച്ചത്. നല്ല വെറൈറ്റി ക്വാളിറ്റി തോന്നുന്നുണ്ട് ഓരോ ഡ്രസ്സിനും. വിലയും മാന്യമായൊരു വിലയാണ് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചുള്ള വിലയാണ് കറക്റ്റ് അവർ ഇട്ടിരിക്കുന്നത്. കുട്ടികൾക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാം പറ്റിയ നല്ല നല്ല ഡ്രസ്സുകൾ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി ഇൻഫൻറ്റ് ബേബീസിന് പറ്റിയ ഒരു കാര്യങ്ങളും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. വളരെ നല്ലൊരു സെക്ഷനാണ് എൻ്റെ ടോപ്പ് ഫ്ലോറ്. ഒരുപാട് വെറൈറ്റി ഐറ്റങ്ങൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ കിഡ്സിൻ്റെ ഒരു പ്രത്യേക സെക്ഷൻ തന്നെയുണ്ട്. ടോയ്സിനൊക്കെ നല്ല ഒരു സെക്ഷനുണ്ട്. അതുപോലെ തന്നെ വിലക്കുറവും നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ സ്കൂൾ ഐറ്റംസിൻ്റെ പ്രത്യേക ഒരു സെക്ഷൻ തന്നെയുണ്ട്. സ്കൂൾ ബാഗുകൾ, വാട്ടർ ബോട്ടിൽ, ടിഫിൻ ബോക്സുകൾ എല്ലാത്തിനും ഒരുവിധം വിലക്കുറവായിട്ട് എനിക്ക് തോന്നി. നല്ല മോഡേൺ സാധനങ്ങളും ഉണ്ടായിരുന്നു. നല്ല ഇലക്ട്രോണിക്സ് ഐറ്റങ്ങളും കാണാൻ സാധിച്ചു. ഇലക്ട്രോണിക്സ് ഐറ്റത്തിനും മാന്യമായ വിലക്കുറവും എല്ലാം ഉണ്ടായിരുന്നു. ഇതിൻ്റെ ടോപ്പ് ഫ്ലോർ വളരെ നല്ലൊരു ഹൈപ്പർ മാർട്ടിൻ്റെ എല്ലാ ഫീലും തരുന്ന രീതിയിലാണ് അവർ ഒരുക്കി വെച്ചിരിക്കുന്നത്. ഡെക്കോർ ഐറ്റംസ്, കുട്ടികളെ ആകർഷിക്കുന്ന ഒരുപാട് ഐറ്റംസ് അവിടെ നമുക്ക് കാണാൻ സാധിക്കും. കൊച്ചു കുട്ടികളായിട്ട് ആ ഫ്ലോറിലോട്ട് പോകുമ്പോൾ വളരെ സൂക്ഷിച്ച് പോവുക. ഒരു എക്സ്പെൻസീവായിട്ടുള്ള ഒരു ദിവസമായി മാറാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നല്ല വെറൈറ്റി ബാഗുകൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ബാഗുകളും ബോക്സുകളും കുട്ടികൾക്ക് നല്ല അട്രാക്റ്റീവായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതും എല്ലാത്തിനും അത്യാവശ്യം ക്വാളിറ്റി നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ റേറ്റുമുണ്ട്. അതുപോലെ ബെഡ്ഷീറ്റുകൾ, അതുപോലെ തന്നെ നല്ല ബ്ലാങ്കറ്റുകൾ ഇവിടെ കാണാൻ സാധിക്കും. നല്ല ബ്ലാങ്കറ്റ് അത്യാവശ്യം എക്സ്പെൻസീവാണ് എങ്കിൽ പോലും ക്വാളിറ്റിയിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത നല്ല ബ്രാൻഡഡ് കമ്പനിയുടെ ബ്ലാങ്കറ്റുകൾ കാണാൻ സാധിക്കും. ഒരുപാട് പേര് അത് പർച്ചേസിങ് ചെയ്യുന്നുണ്ട് നാട്ടിലേക്കൊക്കെ കൊണ്ടുപോകാൻ. അതുപോലെ തന്നെ ഡിന്നർ സെറ്റുകളിലും പാത്രത്തിൻ്റെ ഒരു വിപുലമായ കളക്ഷൻ തന്നെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അതിൻ്റെ ടോപ്പ് ഫ്ലോർ നമുക്ക് ഹൈപ്പർ മാർട്ടിൻ്റെ എല്ലാ ഒരു ഫീലും തരുന്നുണ്ട്. ഗാഡ്ജറ്റുകൾ എല്ലാം അത്യാവശ്യം ഓഫറും എല്ലാത്തിനും ഉണ്ടെന്നുള്ളതാണ് ഈ മദീനയിലെ പ്രത്യേകത. അങ്ങനെ ഞങ്ങൾ ഓരോ ഐറ്റവും കണ്ടു. ഒന്നും പർച്ചേസ് ചെയ്തില്ല. മോന് ഒരു ടോയ് വാങ്ങി ഞങ്ങൾ തിരിച്ച് ടോപ്പ് സെക്ഷനിൽ നിന്ന് ഇറങ്ങി. കുട്ടികളായിട്ട് പോകുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് അങ്ങോട്ട്. എന്നുവെച്ചാൽ അത്രമാത്രം നല്ല ടോയ്സും കാര്യങ്ങളും ഇരിക്കുമ്പോൾ കുട്ടികൾ കരയാൻ സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ ഞങ്ങൾ ചെറിയൊരു പർച്ചേസും കഴിഞ്ഞ് ബില്ലടിക്കാനായിട്ട് കൗണ്ടറിലേക്ക് ചെന്നു. കൗണ്ടറിൽ തിരക്ക് കുറവായിരുന്നു. ഞാൻ പറഞ്ഞില്ല, എന്നത്തേലും അപേക്ഷിച്ച് മദീനയിൽ ഇന്ന് തിരക്ക് കുറവായിരുന്നു. ചില ദിവസങ്ങളിലൊക്കെ വളരെ ക്യൂ നിൽക്കേണ്ടി വരുമായിരുന്നു. ഇന്ന് പക്ഷേ തിരക്ക് നല്ല കുറവായിരുന്നു. അങ്ങനെ ഞങ്ങൾ വണ്ടിയും വെയിറ്റ് ചെയ്ത് പുറത്തിരുന്നു.